സുഹൃത്തുക്കളെ, ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ രോഗചികിത്സ 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ഈ മനുഷ്യകുലം സാമൂഹ്യമായി ഒരു കൂട്ടായ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്ന അക്കാലം മുതൽ മനുഷ്യന് കുറേ വിശ്വാസങ്ങൾ, ശാസ്ത്രീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇന്ന് കാലഹരണപ്പെട്ടതുകൊണ്ട് അവയൊക്കെ അന്ധവിശ്വാസങ്ങളെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ ലോകത്തുള്ള അനേകം പ്രതിഭാസങ്ങളെ ഓരോ കാലഘട്ടത്തിലും അന്നത്തെ വിവരം അനുസരിച്ച് വിശദീകരിക്കുന്നതിനായിട്ടുള്ള പല പ്രതീകങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ദൈവം, പിശാച്ച്, മറുത, ആനമറുത, ഇങ്ങനെ പ്രേതങ്ങൾ, ഇങ്ങനെ അനേകം ബിംബങ്ങൾ മനുഷ്യൻ അത് കണ്ടെത്തിയ കാലഘട്ടത്തിൻ്റെ ശാസ്ത്ര ബോധമനുസരിച്ച് ഉണ്ടായതാണ്. കാലം മാറുന്നതോടുകൂടി അത് മാറാതെ ഇരിക്കാനുണ്ടായ ഒരു വലിയ കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതൊരു വിശ്വാസവും, അന്ധവിശ്വാസമായിക്കോട്ടെ ഇല്ലാത്ത വിശ്വാസമായിക്കോട്ടെ, അത് ഒരു സമൂഹത്തിൽ പടർന്ന് അത് അംഗീകരിക്കുന്നതോടുകൂടി അതൊരു ഭൗതിക ശക്തിയായിട്ട് മാറുന്നു എന്നാണ് കാറൽ മാർക്സ് പറഞ്ഞത്. അതായത് നമ്മൾ എത്ര ഇല്ലാത്തതാണെങ്കിലും ഉള്ളതാണെങ്കിലും അത് ഒന്നായിട്ട് ഷെയർ ചെയ്ത് അവരുടെ ഒന്നായിട്ടുള്ള ഒരു സ്വത്താവുന്നതോടുകൂടി അതൊരു ഭൗതിക ശക്തിയായി മാറുന്നു. അതിനെ മാറ്റാൻ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല അന്ധവിശ്വാസങ്ങളാണ് ഇന്ന് നമുക്ക് തോന്നുന്ന പല ശാസ്ത്രീയ വിശ്വാസങ്ങളും പണ്ടുണ്ടായിരുന്നു. പക്ഷേ 14-ാം നൂറ്റാണ്ടോടുകൂടിയോ 15-ാം നൂറ്റാണ്ടോടുകൂടിയോ ഉണ്ടായ ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെയും വളർച്ചയുടെയും ഭാഗമായിട്ട് മനുഷ്യൻ വളരെ കൂടുതൽ ശാസ്ത്രീയമായിട്ടും സാങ്കേതികമായിട്ടും സാമൂഹ്യമായിട്ടും വികസിച്ചിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നേരെ മറിച്ച് ഈ പല വിശ്വാസങ്ങളും നമുക്ക് മാറ്റാനായിട്ടില്ല. അതിൽപ്പെട്ടതാണ് ഈ ചികിത്സാ രംഗത്തുള്ള പല അന്ധവിശ്വാസങ്ങൾ. നമുക്ക് ഒരു മനുഷ്യനെടുത്ത് നോക്കിയാൽ നമുക്കറിയാം, ഈ മനുഷ്യനായിട്ട് ശരിക്ക് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യനായിട്ട് വളരാൻ എന്തൊക്കെയാണ് അതിനാവശ്യം? ഇപ്പം നമുക്കറിയാം, അമ്മയുടെ അണ്ഡവും അച്ഛൻ്റെ സ്പേമും കൂടി ചേർന്നിട്ട് സൈഗോട്ടാവുന്നതോടുകൂടി അത് അമ്മയുടെ ഗർഭപാത്രത്തിലിരുന്ന് അമ്മയുടെ സ്വാഭാവികമായിട്ടും അത് സ്വയം വളർന്നുകൊണ്ടിരിക്കും. ഒരു സെല്ല് 2ആയി, പിന്നെ 2 4ആയി, 4 പിന്നെ 8ആയി, അങ്ങനെ മൈറ്റോസിസ്, മയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സെൽ വിഭജനങ്ങളിലൂടെ അതങ്ങനെ കുറേ സെല്ലുകളായി, പിന്നെ പലതരം അവയവങ്ങളായി. ഈ അവയവങ്ങൾക്കൊക്കെ വ്യത്യസ്ത കോൺസ്റ്റിറ്റ്യൂഷൻ, വ്യത്യസ്ത ഘടനയായി. ഏകദേശം ഏതോ ഒരു പുസ്തകത്തിൽ 26 തരം സെല്ലുകൾ, ഓരോ സെല്ലുകളും വ്യത്യസ്തമായ കാലഘട്ടത്തിൽ
വ്യത്യസ്തമായിട്ട് വിഭജിക്കുന്ന അല്ലെങ്കിൽ മാറുന്ന, അതായത് ഒരു സെല്ല് രണ്ടാവുക, രണ്ട് നാലാവുക, ഈ പ്രക്രിയ, അതായത് മാറ്റങ്ങൾ വരുന്നത് പല കാലങ്ങളിലാണ് എന്നാണ് ഇന്നത്തെ നമ്മളെ മെഡിക്കൽ സയൻസ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ആവുന്നതിന് അതിന് ആവശ്യമായത് വെറും അതിന് കിട്ടുന്ന ആദ്യം അമ്മയുടെ ഭക്ഷണം അതിൽ നിന്ന് കിട്ടുന്നത്, പിന്നീട് അത് സ്വയം കഴിക്കുന്ന ഭക്ഷണം, ഈ ഭക്ഷണങ്ങളിൽ നിന്ന്, അതായത് ഭക്ഷണമാണ് ഈ സിസ്റ്റത്തിന്, ജീവൻ എന്ന ഈ സിസ്റ്റത്തിന് ഇത്രയും വലുതാവാനായിട്ടുള്ള ഇൻപുട്ടായിട്ട് വർത്തിക്കുന്നത് ഭക്ഷണം തന്നെയാണ്. അതാദ്യം അമ്മയിലൂടെ ആണെങ്കിൽ പിന്നീട് നേരിട്ടാണെന്നുള്ള വ്യത്യാസമുണ്ട്. അങ്ങനെ വെറും ഭക്ഷണം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഈ ശരീരമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഏകദേശം 26 അല്ലെങ്കിൽ 30 തരം വ്യത്യസ്ത തരത്തിലുള്ള സെല്ലുകൾ തന്നെ നമുക്കുണ്ട്, കോശങ്ങളുണ്ട്. അതിൻ്റെ ഓരോന്നിൻ്റെയും വിഭജനവും ഓരോന്നിൻ്റെയും വളർച്ചയും ഓരോന്നിൻ്റെയും ഫങ്ഷനും വ്യത്യസ്തമാണ്. ആകെ 2 or 3, അതായത് കണ്ണിൻ്റെ ലെൻസ്, അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം, പിന്നെ അമ്മയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള ആ അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി, ഈ 3 സാധനങ്ങളും മാത്രമേ യഥാർത്ഥത്തിൽ ജനനത്തിന് ശേഷം വിഭജിക്കാത്തതുള്ളൂ. അതിനു മുമ്പ് ഉണ്ടാക്കി വെച്ചത് അങ്ങനെ തന്നെ പോവുക എന്നുള്ളതേ ഉള്ളൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതായത് 3 സെല്ലുകൾ, 3 തരം സെല്ലുകൾ മാത്രം യഥാർത്ഥത്തിൽ ഗർഭകാലത്ത് മാത്രം വളരുന്നതും വിഭജിക്കുന്നതും വികസിക്കുന്നതുമാണ്. അതിനുശേഷം അതിന് വളർച്ചയില്ല. അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്തായാലും ഇങ്ങനെയുള്ള ഒരു സെല്ലില്ല. അതായത് ഗർഭപാത്രത്തിലുള്ള അണ്ഡം ഉൽപ്പാദിപ്പിക്കുന്ന ആ സെല്ല് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇല്ലതാണ്. അതായത് പുരുഷന് ആ കാര്യത്തിൽ പിന്നിലാണെന്നർത്ഥം. അതായത് പുരുഷന് അങ്ങനെ ഒരു വൈകല്യം ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നമ്മളതല്ല ഉദ്ദേശിച്ചത്. എന്തായാലും ഇങ്ങനെ ഈ അവസാനത്തെ സെല്ലും ഉണ്ടാക്കാൻ ആവശ്യമായ പോഷക വസ്തുക്കൾ കൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശരീരം ഉണ്ടാക്കുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് വിഷമം വന്നാൽ, ഇപ്പോൾ ഒരു തുമ്മൽ, ജലദോഷം, പനി, വയറിളക്കം, ഛർദി, അങ്ങനെ തുടങ്ങി, പിന്നെ വല്ല മുഖക്കുരു, താരൻ, പിന്നെ കാലിൽ വിള്ളൽ, ഇങ്ങനെ നമുക്ക് വിഷമുണ്ടാക്കുന്ന എല്ലാ അനുഭവങ്ങളും യഥാർത്ഥത്തിൽ എപ്പോഴും ആ വിഷമുണ്ടാക്കുന്നതിനെ സ്വാന്തനപ്പെടുത്തുക എന്നത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ചികിത്സ തുടങ്ങിയതെന്നർത്ഥം. ചികിത്സ തുടങ്ങിയതിൽ അത് പിന്നീട് എന്താണെന്ന് വിചാരിച്ചാൽ തൻ്റെ ആധിപത്യത്തിനും തൻ്റെ പുനഃസ്ഥാപിക്കാനും അധികാരം സ്ഥാപിക്കാനും ചൂഷണത്തിനും വരെ ഈ ആധിപത്യം ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ചികിത്സകൻ ഇന്ന് ഭയങ്കര പൈസക്കാരനായിട്ടും ചൂഷണത്തിൻ്റെ ഒരു ഉപാധിയായിട്ട് മാറിയതിനർത്ഥം. അപ്പോൾ ചികിത്സ എന്നത് നിലവിലിരിക്കുന്ന ഒരു വിഷമം, ആ വിഷമത്തെ നമ്മൾ പലപ്പോഴും ഒരു വെറുപ്പായിട്ടും
പിന്നെ ഒഴിവാക്കേണ്ടതായിട്ടും അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമുക്ക് ഒരു ചികിത്സകൻ, അത് ആദ്യമൊക്കെ ദൈവമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രതിപുരുഷനോ അല്ലെങ്കിൽ ഒരു മന്ത്രവാദിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് അതിന് പകരം മന്ത്രവാദിയുടെ മന്ത്രത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പകരം ഇന്ന് കെമിസ്ട്രിയുടെ വികാസത്തോടു കൂടി കെമിസ്ട്രിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഒരു മെഡിക്കൽ കെമിസ്ട്രി തന്നെ. ഫാർമസി എന്ന ഒരു പുതിയ ശാഖ തന്നെ ഉണ്ടാകുകയും ഓരോ രോഗത്തിനും പുതിയ അതായത് ഈ ശരീരം ഉണ്ടാക്കാൻ ആവശ്യമായ വസ്തുക്കൾ അതിൻ്റെ അനുപാതത്തിൽ കൊടുക്കുകയാണെങ്കിൽ തിരക്കില്ല. അതല്ല, ഇത് ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും അവയുടെ കൂട്ടായ്മയും അതിൻ്റെ കോമ്പിനേഷനും മറ്റൊക്കെ അതെടുത്തിട്ട് പരിശോധിക്കുകയാണ്. ഇത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും, അത് കൊടുത്തിട്ട് പരിശോധിക്കും. അങ്ങനെ പരിശോധിച്ച് അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്ലസിബോ ഒക്കെ ഉണ്ട്, അതൊക്കെ സയൻറ്റിഫിക് ആയിട്ട് തന്നെയാണെന്ന് പറയാം. എപ്പോൾ അതായത് ഈ ശരീരം ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്ത, ശരീരം ഉണ്ടാക്കുന്നതിൽ ഒരു രീതിയിലും പങ്കെടുക്കേണ്ടതായിട്ടില്ലാത്ത ഒരു കോമ്പിനേഷൻ, ഒരു എലമെൻ്റ് എങ്ങനെ പ്രയോഗിച്ചപ്പോൾ ഇത് മാറി, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാറി എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ന് മെഡിക്കൽ സയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗവേഷണം നടന്നത് അങ്ങനെയാണ്. അതിന് തെറ്റ് പറ്റാതിരിക്കാൻ പല മാർഗങ്ങളും, തെറ്റിനെ ഒഴിവാക്കാനായിട്ട് പല മാർഗങ്ങളും, പ്ലസീബോ ഇഫക്റ്റ് ഉണ്ട്, മറ്റൊക്കെ ഉണ്ട് എന്നുള്ള നമ്മൾ അംഗീകരിച്ചു. അങ്ങനെ പരിശോധിക്കുമ്പോഴും ഇതിൽ നമ്മൾ ഈ ചികിത്സക്കുള്ള ഒരു ദൗർബല്യം എന്താണെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഈ ജീവനുള്ള വസ്തുവിൻ്റെ ഘടനയും അതിൻ്റെ വികാസത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ജീവനുള്ള വസ്തുവിന് ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാ ജീവനും. അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ഒരു വലിയ പരിധിവരെ ഈ അതിൻ്റെ ബാഹ്യ ലോകമായിട്ട് അല്ലെങ്കിൽ പരിസരവുമായിട്ട് അതിനൊരു ബന്ധമുണ്ട്. ഈ പരിസരത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ഒരു വലിയ പരിധിവരെ മാറാനുള്ള കഴിവാണ് യഥാർത്ഥത്തിൽ ജീവൻ്റെ ഒരു അടിസ്ഥാന കഴിവ്. അത് പൂർണ്ണമാണെന്നല്ല പറഞ്ഞാൽ, അത് ഒരു പരിധിയിലപ്പുറമായിട്ടുണ്ടെങ്കിൽ അത് ഇല്ലാതായിപ്പോവും, നശിച്ചു പോവും. അല്ലാത്തിടത്തോളം കാലം മാറ്റത്തിനനുസരിച്ച് മാറാനുള്ള ഒരു കഴിവ്, അതല്ലെങ്കിൽ സെൽഫ് റിപ്പയറിങ്, സെൽഫ് അഡാപ്റ്റിങ്, സെൽഫ് അഡ്ജസ്റ്റിങ് എന്ന ഒരു സ്വഭാവം, ആന്തരികമായ ഒരു സ്വഭാവം. പല സ്വഭാവങ്ങളുണ്ട്, ജീവന് പല സ്വഭാവങ്ങളുണ്ട്. സ്വന്തം അതേപോലെ അതിൻ്റെ റിപ്ലിക്ക ഉണ്ടാക്കാനുള്ള കഴിവ്, പല വസ്തുക്കളും അകത്തേക്ക് എടുക്കാനും പുറത്തേക്ക് തള്ളാനുള്ള കഴിവ്. അതേപോലെ തന്നെ ഈ അന്തരീക്ഷത്തിൽ ഈ നമ്മളെ ബാഹ്യപ്രകൃതിയിൽ നിന്ന് ആന്തരിക പ്രകൃതികൾക്ക് പല വസ്തുക്കളും അകത്തേക്ക് എടുക്കുന്ന പോർട്ടുകളുണ്ട്. ആ പോർട്ടുകളിൽ അകത്തേക്ക് എടുക്കുന്നു. അതേപോലെ തന്നെ പല എക്സ്റ്റേണൽ പോർട്ടുകളുണ്ട്, അതിലൂടെ അതിൻ്റെ വിഭവങ്ങൾ, അത് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് തള്ളുന്നു. ഇങ്ങനെയുള്ള ഇതാണല്ലോ നമ്മളെ ജീവൻ എന്ന് പറയുന്നത്. ഈ ജീവനിൽ ഈ യഥാർത്ഥത്തിൽ ചികിത്സ എന്നത് ഉണ്ടായത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു ദൈവം പോലെ തന്നെയാണ് നടത്തുന്നത്. ദൈവം എന്നത് എങ്ങനെയാണോ ഉണ്ടായത് ആ കോൺസെപ്റ്റ്, ഈ ലോകത്തിൻ്റെ പ്രതിഭാസങ്ങളൊന്നും തന്നെ വിശദീകരിക്കാനോ എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് പറയാനോ ഒരു ധാരണയില്ലാത്ത കാലത്ത് അതൊക്കെ ഉണ്ടാക്കുന്നത് മനുഷ്യനെ പോലെ തന്നെ ഒരു മറ്റൊരു ശക്തി കൊണ്ടാണ് എന്ന് നിലച്ചിട്ടാണ് അങ്ങനെ ഒരു
പ്രത്യേകിച്ചും ഭാഷ ഡെവലപ്പ് ചെയ്ത്, ഭാഷ എന്ന് പറഞ്ഞ ഉപകരണം ഡെവലപ്പ് ചെയ്തതോടുകൂടി അതിലൂടെയാണ് നമ്മൾ ഈ ഇല്ലാത്തത് വിതരണം ചെയ്യാനും ഇല്ലാത്തത് സ്വീകരിക്കാനും പഠിച്ചത്. സ്വപ്നങ്ങൾ, ചിന്തകൾ, മോഹങ്ങൾ, ഇതൊക്കെ തന്നെ വിതരണം ചെയ്യാനും ഇതൊക്കെ തന്നെ കൈമാറാനും നമുക്ക് കഴിവുണ്ടായത് ഈ ഭാഷ എന്ന വസ്തു ഉണ്ടായതുകൊണ്ട്. ഈ ഭാഷ കൊണ്ടാണ്, അതായത് ഈ ദൈവം എന്ന് പറയുന്നത് വളരെ ശക്തമായ ശാസ്ത്രീയമായ ഒരു ബിംബമായി മാറി. അതോടുകൂടി പലതിനും ഉത്തരങ്ങളായി. അതേപോലെ തന്നെ മറുവശത്ത് ഇതേപോലെ എന്തെങ്കിലും രോഗങ്ങൾ വരികയാണെങ്കിൽ, അതായത് നമ്മളെ ശരീരത്തിന് എന്തെങ്കിലും പ്രതികരണം ഉണ്ടാവുകയാണ് വിചാരിച്ചോളൂ. ഇപ്പോൾ എന്ത് ശരീരത്തിൻ്റെതായ പ്രതികരണങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ചും അവൻ്റെ സ്വാഭാവിക നിയമങ്ങൾ അവൻ തെറ്റിക്കുന്നതോടുകൂടി. നിയമങ്ങൾ ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പുതിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയതോടുകൂടി പ്രകൃതിയിൽ നിന്ന് പ്രകൃതി നിശ്ചയിച്ച ആ പാന്താവിലൂടെ അല്ലാതെ അവൻ യാത്ര ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി തന്നെ പലതിനും പ്രതികരണങ്ങളുണ്ടായി. ഉദാഹരണമായിട്ട് പിന്നെ സാധാരണ മുളക് എന്ന് പറഞ്ഞാൽ തിന്നാൻ കഴിയുന്ന സാധനമല്ല. നേരെ മറിച്ച് അത് നമ്മളൊരു ഭക്ഷണം പാചകം ചെയ്തിട്ട് അതിൽ കുറച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ രുചി ഉണ്ടാവും. ഇങ്ങനെ പ്രത്യേകിച്ച് പാചകം ചെയ്യാൻ തുടങ്ങിയതോടുകൂടി തന്നെ പലതും രുചിയില്ലാത്ത വസ്തുക്കൾ അല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത വസ്തുക്കൾ, നമ്മൾക്ക് പ്രകൃതി നിശ്ചയിച്ചതല്ലാത്ത വസ്തുക്കൾ നമ്മളെ മെനുവിൽ കടന്നുകൂടി. അപ്പോൾ അതിൽ രുചി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല കോണ്ടിമെൻറ്റ്സ് ആൻഡ് സ്പൈസസ്, ഉപ്പ്, പലതൊക്കെ ചേർക്കാൻ തുടങ്ങി. ഇങ്ങനെ ചേർക്കുന്നതോട് കൂടിയാണ് രോഗങ്ങളുടെ മാലപ്പടക്കം തന്നെ ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ പ്രതികരണമാണ്. അതായത് ശരീരത്തിൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ ഭാഷയാണ് യഥാർത്ഥത്തിൽ എല്ലാ രോഗങ്ങളും. അതായത് എന്തെങ്കിലും വേണ്ടാത്ത ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നാൽ, അല്ലെങ്കിൽ പുക നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാൽ നമ്മൾ തുമ്മാൻ തുടങ്ങും. കാരണം ആ വായു നമുക്ക് ശരിയല്ല എന്നുള്ളത്. ഇതേപോലെ തന്നെയാണ്. അതേപോലെ തന്നെ എരിവുള്ള മുളക് കടിച്ചാൽ നമുക്ക് എരിയാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ കഴിക്കേണ്ടെന്നും വേഗം വെള്ളം കുടിച്ചിട്ട് രക്ഷപ്പെടണമെന്നാണ്. ഇങ്ങനെയുള്ള ഓരോ ചെറിയതും വലിയതുമായ കാര്യങ്ങളൊക്കെ തന്നെ ശരീരത്തിന് ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങൾക്കുള്ള ശരീരത്തിൻ്റെ പ്രതികരണമാണ് എന്നത് ഒരിക്കലും നമ്മളെ മെഡിക്കൽ സയൻസ് ഇതുവരെ ഇത്ര കാലം ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞു, മസ്ലോവ് ഫുക്കോയുടെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്ന പുതിയ ദർശനം, 20-ാം നൂറ്റാണ്ടിൻ്റെ ദർശനം അനുസരിച്ച്, അല്ലെങ്കിൽ പ്രകൃതിയാണ് ശരി, പ്രകൃതിക്ക് തെറ്റുപറ്റില്ല, പ്രകൃതിയെ മറികടക്കാനോ പ്രകൃതിയെ ജയിക്കാനോ കഴിയില്ല എന്ന ആ വിനയം, നമ്മൾ ആപേക്ഷികതാ സിദ്ധാന്തത്തോടു കൂടി മനുഷ്യന് കൈവരിച്ച ആ വിനയം ചികിത്സാ സമ്പ്രദായത്തിലേക്കും മെല്ലെ മെല്ലെ ഇറങ്ങി വരാൻ തുടങ്ങി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥം. അപ്പോൾ അതോടുകൂടി തന്നെ എന്തൊക്കെ ചെയ്താലാണ് ഈ രോഗം മാറുക എന്ന ആധുനിക ശാസ്ത്രത്തിൻ്റെ ദിശാബോധത്തിൽ നിന്നും ഗവേഷണ ലക്ഷ്യത്തിൽ നിന്നും മാറിയിട്ട് എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് ഈ രോഗം മാറുക എന്നും, എന്തൊക്കെ വേണ്ടാത്തത് ചെയ്തത് കൊണ്ടാണ് ഈ രോഗം ഉണ്ടാകുക എന്ന ഒരു പുതിയ ദിശയിലേക്ക്
മനുഷ്യൻ അറിയാതെ ഈ 20-ാം നൂറ്റാണ്ടോടുകൂടിയും 21-ാം നൂറ്റാണ്ടോടുകൂടിയും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രകൃതിയാണ് പെർഫെക്റ്റ് എന്നും അതാണ് പൂർണ്ണത കൈവരിച്ച സൃഷ്ടികർത്താവ് എന്നും ഇപ്പോൾ ഈവൻ അറബികൾക്ക് പോലും 1400 കൊല്ലം മുമ്പ് അതറിയാമായിരുന്നു. ഈ ആധുനിക മണ്ടനായ ആധുനിക മനുഷ്യനാണ്, പ്രത്യേകിച്ചും ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ കുറച്ച് കാലത്ത് ഉണ്ടായ ശാസ്ത്രജ്ഞന്മാരാണ് ദൈവത്തിനും പ്രകൃതിക്കും തെറ്റുപറ്റാം, അത് ശരിയാക്കുന്ന ആൾക്കാർ ഞങ്ങളാണ് എന്ന എട്ടുകാലി മമ്മുഞ്ഞിൻ്റെ അതേ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പ്രകൃതിയെ ശരിയാക്കാനും പ്രകൃതിയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഒക്കെ ബഹുരാഷ്ട്ര കുത്തകകളെ പോഷിപ്പിക്കാനും അതുവഴി നമ്മളെ രക്ഷിക്കാനും ആരോഗ്യ സംരക്ഷണത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും പേര് പറഞ്ഞിട്ട് വരുന്നത്. എന്തായാലും അതൊക്കെ ഇങ്ങനെ നടക്കും എന്നുള്ളത് ശരിയാണ്, നടക്കട്ടെ. കാരണം ആരോഗ്യം എന്നത് ആരോഗ്യത്തിന് വേണ്ടിയിട്ട് യാതൊരു സംശയവും വിചാരിക്കേണ്ട, നമ്മുടെ മനുഷ്യൻ്റെ ബഹുമുഖങ്ങളായ വികാസത്തോടു കൂടി ആരോഗ്യത്തിലെ, ജീവിത സാഹചര്യത്തിലെ, വൃത്തിയിലെ ഒക്കെ നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതൊക്കെ നടക്കട്ടെ. എന്തായാലും പ്രകൃതിയെ വെല്ലാം എന്ന വിചാരം നടക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നമ്മൾ രോഗചികിത്സ 22-ാം നൂറ്റാണ്ടിലെത്തുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമുക്ക് പറയുന്നത്. ചികിത്സ എന്നത് യഥാർത്ഥത്തിൽ എന്താണെന്നും അതിനു മുമ്പ് രോഗം എന്താണെന്നും അതുപോലെ തന്നെ ചികിത്സയുടെ അതിരുകൾ എന്താണെന്നും എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമ്മൾ നമ്മുടെ ആരോഗ്യം പുനഃസ്ഥാപിക്കുക എന്നും ആരോഗ്യം എന്നത് യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ വരദാനമാണെന്നും അത് ജീവനുള്ള എല്ലാ ജീവികൾക്കും പ്രകൃതി സ്വാഭാവികമായും നൽകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ആണെന്നും ഈ ആരോഗ്യം എന്നത് ഇന്ന് ശരിയാണ് കാശ് കൊടുത്താൽ വാങ്ങാൻ കഴിയുന്ന മാർക്കറ്റിലെ ഒരു ചരക്കാണ് ആരോഗ്യം, അല്ലെങ്കിൽ രോഗം ഭേദമാക്കുക എന്നുള്ളത്. പക്ഷേ അത് മാത്രമല്ല, ഇന്ന് മാർക്കറ്റ് എത്ര കണ്ട് വലിയ മാർക്കറ്റാണോ അവിടെ പോയാൽ കൂടുതൽ നല്ല ആരോഗ്യം കിട്ടും എന്നാണ് പലരും വിചാരിക്കുന്നത്. അത് പ്രത്യേകിച്ചും വിചാരിക്കുന്നത് ശാസ്ത്രം ഞങ്ങളതാണ് എന്ന്, അല്ലെങ്കിൽ ശാസ്ത്രീയമായി ഞങ്ങളാണ് ചിന്തിക്കുന്നത് എന്ന് വിചാരിക്കുന്ന മണ്ടന്മാരായ പല കമ്മ്യൂണിസ്റ്റുകാരാണെന്നുള്ളത് പറയും. ഞാനും കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷേ പല കമ്മ്യൂണിസ്റ്റുകാരും അങ്ങനെയാണ് എന്നത് നമുക്ക് കണ്ടാൽ അറിയാവുന്നതാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനായ ഭരണാധികാരി പോലും അവർക്ക് വല്ല രോഗം ഉണ്ടായാൽ ഏറ്റവും വലിയ മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ബഹുരാഷ്ട്ര കുത്തകകളുടെ അമേരിക്കയിലെ മാർക്കറ്റിലേക്കാണ് ഇത് രോഗം മാറ്റാനായിട്ട് പോവുക. അപ്പോൾ അത് തന്നെ ആ അന്ധവിശ്വാസത്തിൻ്റെ ബാക്കി പത്രമാണ്. നിങ്ങളൊന്ന് മാത്രം നോക്കിയാൽ മതി. കോടിയേരി ബാലകൃഷ്ണനും അതായത് നമ്മുടെ ഉമ്മൻചാണ്ടിക്കും രണ്ടുപേർക്കും ഒരേ സമയത്ത് ഒരേപോലെ ആണ് രോഗം തുടങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. ഏകദേശം ഒരേ രോഗം, ക്യാൻസർ.
കുറച്ചൊരു വിനയത്തോടു കൂടി ഈ ആധുനിക ചികിത്സയുടെ ആസുരഭാവങ്ങളിലേക്ക് വല്ലാതെ പോകണ്ട എന്ന് കുറച്ച് വിവേകം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയും അവരുടെ കുടുംബത്തിനും ബോധ്യമായതുകൊണ്ട് കൂടുതൽ കാലം ജീവിച്ചു അദ്ദേഹം. നേരെ മറിച്ച് കോടിയേരി ബാലകൃഷ്ണനോ അദ്ദേഹത്തിനെ വലിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയി, അതായത് രോഗം മാറ്റാനായിട്ടുള്ള വലിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾ ആലോചിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ആരോഗ്യം എന്നത് വിചിന്തനം നടത്തേണ്ട ഒന്നാണ്, ഒരു റീതിങ്ക് ചെയ്യേണ്ടതാണ്. ആരോഗ്യം നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, അത് പ്രകൃതിയിലുള്ളതാണ്. മാത്രമല്ല, രോഗങ്ങൾ എന്ന് പറയുന്നതൊക്കെ തന്നെ പ്രകൃതിയുടെ ഭാഷയാണ്. പ്രകൃതി, നമ്മളീ പറയുന്ന ഭാഷ മനുഷ്യനുണ്ടാക്കിയതാണ്. അതിൽ എന്ത് നുണയും പറയാം, ഇല്ലാത്തത് പറയാം, സങ്കല്പങ്ങൾ പറയാം, സ്വപ്നങ്ങൾ പറയാം. നേരെ മറിച്ച് പ്രകൃതിയുടെ ഭാഷയിൽ നുണയില്ല, കളവില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതും, നമ്മൾ ഇനി അല്ലെങ്കിൽ 21-ാം നൂറ്റാണ്ടോടുകൂടി, ഇപ്പോൾ ഈ നൂറ്റാണ്ടോടുകൂടി ഈ പണ്ടത്തെ മതവിശ്വാസം കൊണ്ട്, ദൈവവിശ്വാസം കൊണ്ട് എങ്ങനെയാണോ ഒരു ചൂഷകവർഗം മതങ്ങൾ സ്ഥാപിച്ചത്, അതുവഴി ജനങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു നല്ല ഭാഗം കവർന്നെടുത്ത് ആസ്വദിച്ചിരുന്നത്, അതേപോലെ തന്നെ രോഗങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിയുടെ എന്താ പറയുക, നോട്ടീസ് അല്ലെങ്കിൽ അറിയിപ്പ്, പ്രകൃതിയുടെ അറിയിപ്പാണ്. ജലദോഷം പ്രകൃതിയുടെ അറിയിപ്പാണ്, മുഖക്കുരു പ്രകൃതിയുടെ അറിയിപ്പാണ്, തലയിലെ താരൻ പ്രകൃതിയുടെ അറിയിപ്പാണ്, കാലിലെ വിള്ളല് പ്രകൃതിയുടെ അറിയിപ്പാണ്. ആ സമയത്ത് നിങ്ങൾ വേണ്ടാത്തത് എന്തോ കഴിച്ചതിനെ പുറന്തള്ളുകയാണ്. ആ സാധനം കഴിക്കാതിരുന്നാൽ ഉണ്ടാവില്ല. അതിനിപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇന്നതെന്ന് പറഞ്ഞു തന്നിട്ടില്ല. അതിന് കഴിയില്ലെങ്കിൽ സ്വാഭാവികമായ ഭക്ഷണം അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യനുണ്ടാക്കി തന്ന ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി, എന്നാൽ അത് മാറും. എന്തിനിപ്പോൾ ഉദാഹരണമായിട്ടിപ്പോൾ പ്രഷറ്, പ്രമേഹം പോലുള്ള അവർ തന്നെ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പേര് കേട്ടാൽ വലിയ. ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിനുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ആ രോഗം എന്താണെന്ന് പരിശോധിക്കുന്നതാണ്, ഇത് എങ്ങനെ ഉണ്ടായെന്ന് പരിശോധിക്കും. അപ്പോൾ അതിന് എന്താണെന്നതിന് അതിനൊരു പേരിട്ടാൽ മതി. എങ്ങനെയെന്നുള്ളതിന് ഒരു പരിശോധന നടത്തി ഇന്നത് കൊണ്ടാണ്. പക്ഷേ അത് എങ്ങനെ മാറുക എന്നുള്ളത് അറിയില്ല. അപ്പം അതിനൊരു പേരിട്ടൊന്നും അതിന് ഇന്ന കാരണമാണ്, അല്ലെങ്കിൽ ഇപ്പോൾ രക്തത്തിൽ ഇത്ര കൗണ്ട് കുറഞ്ഞു എന്നതറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ലെങ്കിൽ ഒരു പ്രത്യേക അവയവത്തിന് അബ്നോർമൽ ഗ്രോത്ത് അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടായി, അത് മാറ്റാനുള്ള കഴിവില്ലാതെ അതാണെന്ന് അറിഞ്ഞ് അയാളെ പേടിപ്പിച്ചിട്ടുണ്ട് അയാൾ കുറച്ച് നേരത്തെ ചാവുക എന്നുള്ളതല്ലാതെ വല്ല കാര്യമുണ്ടോ? ഇന്ന് ഈ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ തന്നെ ചെയ്യുന്ന അതുമാത്രമാണ്. അവർ കണ്ടെത്തുന്നു, അല്ലെങ്കിൽ അബ്നോർമലായിട്ടുള്ള അല്ലെങ്കിൽ സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള വളർച്ചയുള്ള സെല്ലുകൾ കണ്ടെത്തുന്നു, അതിന് ബയോപ്സി കാണാവുന്ന അതൊക്കെ ചെയ്യും. പക്ഷെ ഇത് എങ്ങനെ മാറുമെന്ന് അറിയാത്തിടത്തോളം കാലം ഇത് കണ്ടെത്തിയതുകൊണ്ട് എന്ത് ചുക്കാണുള്ളത്? കുറേ പൈസയും കുറേ കാലഘട്ടത്തിലെ കുറേ മനുഷ്യന്മാരുടെ കാശ് വാങ്ങാന്നുള്ളതല്ലാതെ കുറേ ആൾക്കാർക്ക് അതുകൊണ്ട് വലിയ ആൾക്കാരായി നടക്കാന്നുള്ളതല്ലാതെ എന്താണ് അതുകൊണ്ട് കാര്യം? നേരെ മറിച്ച് നമ്മൾ ഈ ചെയ്യുന്നത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പ്രമേഹം, പ്രഷർ, ഇത് രണ്ടും ഇപ്പോൾ നമ്മളെ നാട്ടിലെല്ലാവർക്കും ഉള്ളത്. അത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണെന്ന് പറയുകയും ചെയ്യും, അതും ഡോക്ടർമാർക്കൊക്കെ അറിയാം. പക്ഷേ ഈ മനുഷ്യനോട് നിങ്ങളെ ഇൻപുട്ടൊന്ന് കുറച്ചാൽ, ഇൻപുട്ടൊന്ന് ശരിയാക്കിയാൽ
മാറാവുന്നതേ ഉള്ളൂ എന്ന് പറയാൻ ഏതെങ്കിലും ഡോക്ടർ ശ്രമിച്ചിട്ടുണ്ടോ? എന്തിന്? ഇപ്പോൾ വൈകുന്നേരം, ഇപ്പോൾ സാധാരണ നമ്മളൊക്കെ ട്രാഡീഷണലായിട്ട് ബുദ്ധൻ്റെ കാലഘട്ടം മുതൽ ഈ ബുദ്ധ സന്യാസിമാരൊക്കെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇവിടെ ബുദ്ധ സന്യാസിമാർ വന്നിട്ടുണ്ട്. അവർ 12 മണി കഴിഞ്ഞാൽ ആഹാരം കഴിക്കില്ല. അതിൻ്റെ മുമ്പ് ആഹാരം കിട്ടിയാൽ കഴിക്കും. അവർക്ക് അങ്ങനത്തെ ആൾക്കാർക്ക് എന്തായാലും ഈ പ്രമേഹം, പ്രഷർ ഉണ്ടാവില്ല. എന്തിന് ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അമിതഭാരം, കുംഭ, അല്ലെ പൊണ്ണത്തടി, ഇങ്ങനത്തെ യാതൊന്നും പിന്നെ ആ മനുഷ്യനുണ്ടാവില്ല. ഈ അമിതഭാരമുള്ള ആളോട് നീ തിന്നൽ കുറക്കടാ, ഇന്ന സമയം കഴിഞ്ഞിട്ട് തിന്നണ്ട, ശരീരത്തിനൊന്ന് ഒരു റെസ്റ്റ് കൊടുക്കുക, എന്നാൽ ശരീരം തന്നെ അത് ശരിയാക്കിക്കോളും എന്ന് ശാസ്ത്രീയമായ വിവരം പറയാൻ ഏതെങ്കിലും ഡോക്ടർമാർ ശ്രമിക്കാറുണ്ടോ? നിങ്ങൾ രാത്രി വൈകുന്നേരം സൂര്യൻ ഉദിക്കുന്നവരെ കഴിച്ചോ. അതിനുശേഷം കഴിക്കുകയാണെങ്കിൽ തന്നെ വല്ല ഫ്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ പഴങ്ങളോ, പെട്ടെന്ന് അല്ലെങ്കിൽ ദഹിച്ച അവസ്ഥ പഴങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഫ്രക്ടോസാണ്, നേരിട്ട് തന്നെ അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്, ദഹിപ്പിക്കേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളത് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഈ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കാൻ ഒരു ഡോക്ടർമാരും പറയില്ല. എന്താ പറയുക, ഇന്ന ഗുളിക കഴിച്ച, ആ ഗുളികയും കൂടിയും കഴിച്ചാണെങ്കിൽ ആ വിഷത്തിനെ കൈകാര്യം ചെയ്യാൻ ശരീരം പിന്നെയും ബുദ്ധിമുട്ടണം. അപ്പോൾ അയാളെ കൂടുതൽ രോഗത്തിലേക്ക് അടുപ്പിക്കുകയാണ് ചെയ്യണത് അർത്ഥം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത് മുഴുവൻ, അതായത് ഇന്നത്തെ മെഡിക്കൽ സയൻസ് മുഴുവൻ തെറ്റാണെന്നൊന്നല്ല, അതിൽ പല തെറ്റുകളുമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തെ ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്ത ഒരു വസ്തു, ഒരു എലമെൻ്റ് എന്തിനാണ് ശരീരത്തിൽ റിപ്പയർ ചെയ്യാൻ ആവശ്യം? ഇപ്പോൾ നമുക്കൊരു കാറുണ്ടാക്കണമെങ്കിൽ കാറുണ്ടാക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ അല്ലേ വേണ്ടുള്ളൂ. അതല്ലാത്ത അതിന് പുറമെന്നുള്ള വേറൊരു സാധനം വേണോ ആ കാർ? കാരണം നമ്മളെ ശരീരം എന്നത് ഉണ്ടാക്കിയത് നമ്മളെ ശരീരം തന്നെ. അതായത് ഒരു ജീവനുള്ള ശരീരം എന്ന് പറഞ്ഞത് ആ ജീവനുള്ള ശരീരത്തെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാധനമാണ്. അതിനെന്തൊക്കെ കിട്ടിയാലാണോ ആ ശരീരം ഉണ്ടാക്കുക, ആ സാധനങ്ങൾ മാത്രമേ അത് റിപ്പയർ ചെയ്യാനും വേണ്ടുള്ളൂ. അതല്ല, പോഷകങ്ങളല്ലാത്ത കുപോഷകങ്ങളോ അല്ലെങ്കിൽ പാഷാണങ്ങളോ ആയ വസ്തുക്കളെ കൊണ്ട് ഒരു പക്ഷേ രോഗത്തിൻ്റെ ലക്ഷണം മാറി എന്ന് വരാം. കാരണം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ രോഗത്തെ കാണിച്ചു കൊടുത്തിട്ട് ഇയാൾക്ക് സൂചന നൽകിയിട്ട് അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളതല്ല. അതിലും വലിയ അപകടം വരുമ്പോൾ അത് ഇല്ലാതാവും. അതിന് പകരം യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എങ്ങനെ പരമാവധി നമ്മൾ പ്രകൃതിയിലേക്ക് ഈ സാധനം ഉണ്ടാക്കിയ ആ രീതിയിലേക്ക് രാസവളവും കീടനാശിനിയും ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ഉണ്ടായതല്ലേ ഈ ശരീരം. ആ അതിൽ തീയും അടുക്കളയും പാചകവും ഒന്നും ഇല്ലാത്ത കാലത്ത് ഉണ്ടായ ഈ ശരീരത്തിന് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും, രോഗം എന്ന പ്രതിസന്ധി ഘട്ടത്തിലെങ്കിലും നമുക്കൊന്ന് തിരിച്ചു പോയിക്കൂടെ? അതല്ലേ വേണ്ടത്. അത് നോക്കിയിട്ട് അതുകൊണ്ട് മാറിയിട്ടില്ലെങ്കിലല്ലേ നമുക്ക് മറ്റെന്തെങ്കിലും ഈ ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോഗിക്കേണ്ടതുള്ളൂ. ഇങ്ങനെയുള്ള വളരെ ശാസ്ത്രീയമായ അടിത്തറയുള്ള ഒരു കാലഘട്ടമായിരിക്കും 22-ാം നൂറ്റാണ്ടിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 21-ാം നൂറ്റാണ്ടോടുകൂടി മനുഷ്യനെ ചൂഷണം ചെയ്യുക, അജ്ഞതയവർക്ക് അല്ലെങ്കിൽ താഴേക്കടയിലുള്ള ആൾക്കാർക്ക് അവരെ ചൂഷണം ചെയ്യാനായിട്ടുള്ള ഒരു ശാസ്ത്രമായിക്കൊണ്ട് ചികിത്സാ സമ്പ്രദായം ഇന്ന് കൊടികുത്തി വാഴുകയാണ്.
ഇന്ന് മനുഷ്യൻ്റെ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ദൈവത്തെ പോലും അല്ല. ദൈവത്തിനൊക്കെ ഉള്ള ഭയങ്ങളൊക്കെ വളരെ കൂടുതൽ മാറിക്കഴിഞ്ഞിരിക്കും. പിശാചിനെ അല്ല, പ്രേതങ്ങളെ അല്ല, ഇങ്ങനെയുള്ള ഭയങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒന്നായിട്ട് ചൂഷണം ചെയ്യാനായിട്ടുള്ള ഒരു ഭയമായിട്ട് ആധുനിക ലോകത്ത് ഉപയോഗിക്കുന്നത് ഈ രോഗങ്ങളെയാണെന്നർത്ഥം. രോഗങ്ങളെയും മാത്രമല്ല, മെഡിക്കൽ സയൻസും അതിൻ്റെ റിസർച്ചും അതിൻ്റെ ഗവേഷണം ആയിക്കോട്ടെ, ഈ ഗവേഷണങ്ങളൊക്കെ നടത്തുന്നതിന് വിരോധമില്ല. പക്ഷേ ഈ രോഗം മാറ്റാനുള്ള ശരീരത്തിൻ്റെ കഴിവ് മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ഇതിലൊരു ഗവേഷണവും നടത്താൻ കഴിയില്ല. എന്ത് വിഷം കൊടുത്താലും രോഗം മാറും, ശരീരത്തിന് കഴിവുണ്ടെങ്കിൽ. ശരീരത്തിന് കഴിവ്, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, എന്ത് വിഷം കൊടുത്താലും അത് ഒരു ശരീരത്തിന് പ്രതിരോധിക്കാൻ കഴിയുന്ന അളവിൽ ഏത് രോഗം കൊടുത്താലും എന്ത് വിഷം കൊടുത്താലും രോഗം മാറും. കാരണം എന്താ? ശരീരത്തിന് സ്വയം റിപ്പയർ ചെയ്യാനുള്ള കഴിവുണ്ട്. ഈ കഴിവ് ഇല്ല, അത് ജീവനുള്ളിടത്തോളം കാലം അതിനുണ്ടാവും. ഈ ജീവനെ ഒഴിവാക്കിക്കൊണ്ട് ഈ മരുന്ന് പ്രയോഗിക്കാനുള്ള സംവിധാനം ഇപ്പം ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പറയുന്ന ശാസ്ത്രത്തിൻ്റെ ഗവേഷണവും കണ്ടുപിടുത്തങ്ങളും ഒക്കെ 100% ശരിയാണെന്ന് പറയാം. അതായത് ജീവനില്ലാത്ത ഒരു ശരീരത്തിൻ്റെ മേൽ എന്തെങ്കിലും ഔഷധം പ്രയോഗിച്ചിട്ട് രോഗം മാറിയിട്ട് അയാൾ തിരിച്ചു വരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ കഴിയുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് രോഗം, എന്ത് ഔഷധം പ്രയോഗിച്ചാലും ജീവൻ അതിനോട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ജീവൻ ഔഷധത്തോട് പ്രതികരിക്കുകയാണ്. അല്ലാതെ ഈ മാജിക്കലായിട്ടുള്ള ഔഷധങ്ങൾ ജീവനെ അങ്ങോട്ട് പ്രതികരിക്കല്ല. അങ്ങനെ പ്രതികരിക്കുകയാണെങ്കിൽ മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് മരുന്ന് കൊടുത്താൽ അയാൾ രക്ഷപ്പെടേണ്ടില്ല. ജീവനുള്ളപ്പോൾ മാത്രമേ ഈ മരുന്നിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. അത് ശരീരം ഇങ്ങോട്ട് പ്രവർത്തിക്കുന്നതാണ്. ശരീരം അതിനോട് റിയാക്ട് ചെയ്യണതാണ് എന്നുള്ള ഈ ആധുനിക ശാസ്ത്രീയ സത്യം ഇന്ന് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം മെഡിക്കൽ സയൻസ് അതിൻ്റെ ആസുരഭാവങ്ങളും അതിൽ വിഷപ്രയോഗങ്ങളും ഒക്കെ അവസാനിപ്പിക്കേണ്ടി വരും. അത് ഇന്ന് പറ്റില്ല. കാരണം ഇന്ന് ലോകത്തെ ഭരിക്കുന്നത് ആ 14-ാം നൂറ്റാണ്ട് മുതൽ കോളനിവൽക്കരിക്കുന്ന രാജ്യങ്ങളുടെ നേതൃത്വത്തിലുള്ള ശാസ്ത്രവും സയൻസും സാങ്കേതിക വിദ്യകളാണ്. അവർക്ക് ഉള്ള ആ നേരിട്ടുള്ള കവർച്ചക്കും നേരിട്ടുള്ള പിടിച്ചുപറിക്കും നേരിട്ട് നമ്മളെ വിഭവങ്ങളും അധ്വാനവും സമ്പത്തും കവർന്നെടുക്കാനുള്ള വകുപ്പ് രണ്ടാം ലോകമഹായുദ്ധത്തോടുകൂടി അവസാനിച്ചു. ഇന്നുള്ള ഒരു ഏറ്റവും ശക്തമായ വകുപ്പാണ് ഈ മരുന്ന് കച്ചവടം, അല്ലെങ്കിൽ ഈ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിൽ കടന്ന് ഇന്നത്തെ പ്രയോഗങ്ങളിലൂടെ, ഇന്നത്തെ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളും മാധ്യമങ്ങളിലും അവരുടെ കയ്യിൽ തന്നെയുള്ള മാധ്യമങ്ങളിലൂടെ ഇന്ന രോഗത്തിന് ഇന്നതാണ് കാരണം, അല്ലെങ്കിൽ അതിന് ഇന്ന ചികിത്സയാണ്, ഇന്ന മരുന്നാണ് നല്ലത് എന്ന് പ്രചരിപ്പിച്ചിട്ട് അത് നടപ്പിലാക്കി അതിന് വില വളരെ കൂടുതൽ, അതായത് ഈ 20 രൂപയുള്ള ഒരു വസ്തുവിന് 20 രൂപ ഉണ്ടാക്കുന്ന ആവശ്യമായ ചിലവുള്ള ഒരു വസ്തുവിന് 2000 രൂപക്കും 20,000 രൂപക്കൊക്കെയാണ് അത് വിൽക്കുന്നത്.
എന്ന രീതിയിലുള്ള ചൂഷണം ഇന്ന് വളരെ കൂടുതലായിട്ട് ഈ ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പേരിൽ നടക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ എന്തായാലും അങ്ങനെ നടക്കുന്ന ആ സമ്പ്രദായത്തിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വരാൻ ആദ്യമായിട്ട് ഈ നാറ്റോ ശക്തികളുടെയും കോളനികൾ ഉണ്ടാക്കിയ ശക്തികളുടെയും വിജ്ഞാന ആധിപത്യം, മെഡിക്കൽ സയൻസിലുള്ള ആധിപത്യം ആദ്യം നിൽക്കണം. അത് നിന്ന് ഒരാളും ഇതിൻ്റെ പേരിൽ മറ്റൊരാളെ ചൂഷണം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന അവസ്ഥ വരുമ്പോൾ, അതായത് സ്വകാര്യ സ്വത്ത് അനിയന്ത്രിതമായും ഇൻഫിനിറ്റായിട്ടും അനന്തമായിട്ടും സമ്പാദിക്കാം എന്ന ഇന്നത്തെ അവസ്ഥ മാറുമ്പോൾ മാത്രമേ ഈ ചൂഷണം ഇത് ശരിയായ ദിശയിലേക്കും ശാസ്ത്രീയമായ വഴിയിലേക്കും ചിന്തിക്കാൻ മനുഷ്യൻ തുടങ്ങും. ഇന്ന് നമ്മളെപ്പോലുള്ള കുറച്ച് ആൾക്കാരൊക്കെ അല്ലാതെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ സ്വാഭാവികമായും സാധാരണക്കാരനും സാധാരണ മനുഷ്യനും അവരുടെ യജമാന്മാരിന് ഇന്നും അവർ കണക്കാക്കുന്ന വെള്ളക്കാരനും അവൻ്റെ സയൻസും അവൻ്റെ കഴിവുകളും അവന് ചന്ദ്രനിൽ പോയതും അല്ലെങ്കിൽ സ്പേസ് യാത്രയും ഇതൊക്കെ ഉള്ളിടത്തോളം കാലം അവൻ വലിയവനാണ്. ഇന്ന് എന്തിനിപ്പോൾ നമ്മളെ നാട്ടിലെ എഴുത്തും വായനയും അറിയാത്ത സാധാരണ വയസ്സായ സ്ത്രീകൾ പോലും എനിക്ക് പ്രഷറുണ്ട്, കുറച്ച് പ്രഷറുണ്ട്, ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ എനിക്ക് പ്രമേഹമുണ്ട്, അതിന് ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അന്തസ്സോടുകൂടി പറയാനുള്ള സ്നോബറി, അതിന് സ്നോബറി എന്നാണ് പറയുക. ആ സ്നോബറി അക്വയർ ചെയ്ത ഒരു ജനതയാണ് ഇന്ന് നടത്തുന്നത്. അത് മാറണമെങ്കിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ തലപ്പത്തുള്ള തല മാറണം, തല പോകണം. എന്തിൻ്റെ? ചൂഷണത്തിൻ്റെ തല. അതായത് മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന അതിൻ്റെ താവഴിയായിട്ട് ഇന്നുള്ള നാറ്റോ ശക്തികളും അമേരിക്കയും ഇല്ലാതായതിന് ശേഷം മാത്രമേ നമ്മൾ അതായത് ശരിയായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചിട്ട്, ആരോഗ്യം എന്നത് പ്രകൃതിയുടെ വരദാനമാണെങ്കിലും അത് നശിപ്പിക്കാൻ മാത്രമേ മനുഷ്യനാവുള്ളൂ, അതൊരിക്കലും പരിപോഷിപ്പിക്കാനോ കൂടുതൽ ഉണ്ടാക്കാനോ മനുഷ്യനാൽ കഴിയില്ല എന്നും അതിന് ആരോഗ്യത്തിൻ്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, പ്രകൃതിയുടെ നിയമങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ശരിയായ യുക്തി, ശരിയായ ശാസ്ത്രീയ ബോധം, ശാസ്ത്രീയ സമീപനം ഉണ്ടാവണമെങ്കിൽ ആദ്യമായിട്ട് ഈ ചൂഷണത്തിന് ഉതകുന്ന അതിൻ്റെ ആധിപത്യം അവസാനിക്കണം എന്നർത്ഥം. അത് അവസാനിക്കാതെ ഈ ലോകം നന്നാവുമെന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, പാകിസ്ഥാനിൽ സിലോണിൽ, ബംഗ്ലാദേശിലൊക്കെ തന്നെ ഭരണമാറ്റം ഉണ്ടായി. എന്താ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം ഒരു സോഴ്സാണ് അതിന് കാരണം ആ കൊളോണിയൽ ശക്തികളുമായിട്ടുള്ള ബന്ധം അവസാനിച്ചു പോകുന്നു. അവരുടെ പിടി അയയുമോ എന്ന ഭയം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടായതാണ്. അവർ എന്തിനു 1957 കേരളത്തിലെ ഈ പാവപ്പെട്ട കേരളത്തിലെ ലോകത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ, EMSൻ്റെ ഭരണത്തെ ആദ്യമായിട്ട്
കൃഷിക്കാരന് കൃഷി ഭൂമി കൊടുക്കുക. അതിൻ്റെ മുമ്പ് ഈ ഭൂമിയൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഈ ഭൂമിയൊക്കെ ഏതോ ദേവസ്വത്തിൻ്റെ, ബ്രഹ്മസ്വത്തിൻ്റെ അല്ലെങ്കിൽ രാജാവിൻ്റേതായിരുന്നു. നമുക്കൊന്നും ഭൂമി ഉണ്ടായിരുന്നില്ല, നമ്മുടെ കുടുംബത്തിനൊന്നും ഭൂമി ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത്രയും ലോകത്തിലെ ഏറ്റവും, അതായത് സാധാരണ ഭൂമിയിൽ പണിയെടുക്കുന്നതിന് ഭൂമി കൊടുത്ത, മണ്ണിൽ പണിയെടുക്കുന്ന ഭൂമി കൊടുക്കാനായിട്ട് ശ്രമിച്ച ആ ഗവൺമെൻറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന് CIA ആണെന്നുള്ളത് ഇന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. അതിൽ ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ കരുക്കളായി എന്നാണ്. അതേപോലെ തന്നെ ഇന്ന് ബംഗ്ലാദേശിൽ കുട്ടികളും അതേപോലെ ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ അവിടെ മറ്റേ ഖാലിദാസിയയുടെ പാർട്ടിയും ഒക്കെ അതവർക്ക് ഭരണം കിട്ടാൻ വേണ്ടിയില്ല. അവരൊന്നായിട്ട് കൂടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെയൊക്കെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയുടെ ആധിപത്യം ഇല്ലാതെ, കൊളോണിയൽ ശക്തികൾ, നാറ്റോ ശക്തികളുടെ ആധിപത്യം അവസാനിക്കാതെ ലോകം ശാസ്ത്രീയമായി മുന്നോട്ട് നീങ്ങാൻ പ്രയാസമാണ്. എന്നാലും നീങ്ങും. പക്ഷേ അതിന് വളരെ കാരണം ഈ ചൂഷണം എന്നത് ഇല്ലാതെ ഈ നാറ്റോ ശക്തികൾക്ക് നിലനിൽക്കാൻ പ്രയാസമാണ്. പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അവരൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും പാവപ്പെട്ട, അതിൻ്റെ മുമ്പ് ഇപ്പോൾ ഈ കോളനൈസേഷൻ നടക്കുന്നതിൻ്റെ മുമ്പ് അവരൊക്കെ എത്ര പാവങ്ങളായിരുന്നോ അതേ രീതിയിലുള്ള പാവപ്പെട്ട രീതിയിലേക്ക് ദരിദ്ര രാജ്യങ്ങളായിട്ട് അത് മാറും. അതിന് തുടക്കമായിട്ട് ഈ ഇന്നത്തെ അമേരിക്കയുടെയും നാറ്റോ ശക്തികളുടെയും ആധിപത്യം ഇല്ലാതാവണം. എന്നാൽ മാത്രമേ നമ്മുടെ യഥാർത്ഥ ആരോഗ്യരംഗം സംശുദ്ധമാവുകയുള്ളൂ. അത് മനുഷ്യനെ ചൂഷണം ചെയ്യാനുള്ള അവസാനത്തെ ഒരു മേഖലയായിട്ട്. കാരണം ദൈവം എന്ന് പറഞ്ഞ മേഖല, മതം എന്ന് പറഞ്ഞ മേഖല, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, മന്ത്രവാദം, ഇതൊക്കെ ഒരു വലിയ പരിധി അതിൻ്റെയൊക്കെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാനത്തെ ഇതാണ് ഈ ആരോഗ്യരംഗത്തുള്ള അന്ധവിശ്വാസങ്ങൾ. അതിൻ്റെ പുകമറ ഒഴിവാക്കി ഒരു മാന്ത്രികനെ പോലെയാണ്. എന്താണെന്ന് പരിശോധിക്കണം, എന്താ പരിശോധിച്ചിട്ട് പരിശോധിക്കാൻ വെച്ചാലേ മനസ്സിലാവുള്ളൂ എന്താണ്. എന്നിട്ട് എന്താ കാര്യം? അതിനൊരു പേരിടും. അതിന് നമ്മളെ കടിച്ചാൽ പൊട്ടാത്ത, നമുക്കൊന്നും മനസ്സിലാവാത്ത ഒരു പേരണ്ടിട്ടാൽ അതെങ്ങനെ മാറുക അതറിയില്ല. അതാണ് ഇന്ന സെല്ല് കൂടുതലായിരിക്കണം അല്ലെങ്കിൽ ഇന്ന സെല്ല് ഇല്ലാതായിരിക്കണം. അതെങ്ങനെ ഉണ്ടാവും അതറിയില്ല. ഇങ്ങനെ നമ്മളെ കണ്ണിൽ പൊടിയിട്ട് ഈ നമ്മളെ കൊണ്ടൊക്കെ തത്തമ്മയെ പൂച്ച എന്ന് പറയുന്ന പോലെ, അതേപോലെ തന്നെ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന പോലെ നമ്മുടെ കയ്യിലുള്ള കാശ് മുഴുവൻ പറ്റിക്കാനുള്ള ഒരു വ്യവസ്ഥയായിട്ട് ചികിത്സാ സമ്പ്രദായം മാറിയിരിക്കും. അത് എങ്ങനെ 22-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാവും എന്നതിനെക്കുറിച്ചിട്ട് അടുത്ത ദിവസത്തെ ഇതിലും ഞാൻ പറയാം. മാത്രമല്ല ഇത് എത്ര സിമ്പിളാണ്. മനുഷ്യന് ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും സിമ്പിളായ കാര്യമാണ്. ഇറ്റ്സ് വെരി ഈസി. നേരെ മറിച്ച് രോഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഭയങ്കര അതിന് നിരന്തരമായിട്ട് പ്രകൃതിയുടെ നിയമങ്ങൾ നമ്മൾ ലംഘിക്കല്ല, അതിലംഘിക്കന്നെ ചെയ്തുകൊണ്ടേ ഇരുന്നാലേ ഈ രോഗം തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഒരു വലിയ പരിധി വരെ അത് അങ്ങനെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടെങ്കിൽ തന്നെ അതിനെ ഇല്ലാതാക്കാനും അതിനെ മറികടക്കാനും അതിനെ ശുദ്ധീകരിക്കാനും
നമ്മളെ മനുഷ്യ ശരീരത്തിന്, ജീവനുള്ള ശരീരത്തിന് കഴിവുണ്ട്. അപ്പോൾ എന്തായാലും ഇനി 22-ാം നൂറ്റാണ്ടിൽ ഉണ്ടാവുന്ന ചികിത്സാ സമ്പ്രദായത്തിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പല രോഗങ്ങളും ഇല്ലാതാക്കാനുള്ള ചില ടിപ്സ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ മുഖക്കുരു മുതൽ, വായ്നാറ്റം മുതൽ, പനി, ജലദോഷം, ചുമ, ആസ്തമ, മൂലക്കുരു, ഇങ്ങനെ തുടങ്ങി ക്യാൻസർ അടക്കമുള്ള വസ്തുക്കൾക്ക് ഏറ്റവും നന്നായിട്ട്, ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ മനുഷ്യൻ്റെ യഥാർത്ഥ ജീവശക്തി നഷ്ടപ്പെടാതെ എങ്ങനെ പരമാവധി ജീവിക്കാം എന്ന്, ആ ജീവശക്തി നഷ്ടപ്പെടുന്നതോടുകൂടി നമ്മൾ മരിച്ചു പോകും. മാത്രമല്ല, ഓരോ ആധുനിക വൈദ്യശാസ്ത്രം നമുക്ക് നീട്ടിത്തരുന്ന എല്ലാ ഔഷധങ്ങളും ജീവശക്തിയെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയെ കുറയ്ക്കുകയുള്ളൂ. അത് കൂട്ടാനുള്ള ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, ഔഷധമുണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സംശയിക്കണം. അത് തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ 22-ാം നൂറ്റാണ്ടിൽ മനുഷ്യനെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഇല്ലാതിരിക്കുന്ന കാലത്ത്, ഇല്ലാതായാൽ, അത് കമ്മ്യൂണിസ്റ്റുകാരൻ മറ്റുള്ള രാജ്യങ്ങളെ ചൂഷണം ചെയ്യുകയാണെങ്കിലും ഉണ്ടാവട്ടെ, അങ്ങനെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം നമുക്കിവിടെ സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാം പ്രകൃതി അല്ലെങ്കിൽ ദൈവം ഇവിടെ നമുക്ക് തന്നു. അത് ശാസ്ത്രീയമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടൂ. എല്ലാ മനുഷ്യനും ആഘോഷത്തോടു കൂടി ഭയങ്കര ജോലിയായിട്ട് ജീവിക്കാനുള്ള എല്ലാം ഇവിടെ ഉണ്ട്. മനുഷ്യന് മാത്രമല്ല, എല്ലാ ജീവികളും. അത് മനസ്സിലാക്കി ശാസ്ത്രീയമായി അന്യോന്യം സഹകരിച്ച് ഷെയർ ചെയ്ത് വിൻവിനായിട്ട് രണ്ടുപേരും വിജയിക്കുന്ന രീതിയിൽ ജീവിക്കാനുള്ള എല്ലാം സമൃദ്ധമായി തന്ന ഒരു ലോകമാണ്, ഈ ഒരു ഭൗമഗോളമാണിത്. അതിന് ഇപ്പം തടസ്സമായി നിൽക്കുന്നത് ആ ചൂഷക പർവ്വത്തിൻ്റെ, മറ്റുള്ളവരുടെ അധ്വാനത്തെയും ശേഷിയെയും സമ്പത്തും വിഭവങ്ങളും ചൂഷണം ചെയ്യുന്ന ആ പാശ്ചാത്യ രാജ്യങ്ങളുടെ ആ കുൽസിത മനസ്സും കുൽസിത ശക്തിയും ഇല്ലാതായാൽ മാത്രമേ ഈ ലോകം കൂടുതൽ ശരിയായ ശാസ്ത്രീയമായ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുവരെ അവരുടെ ആധിപത്യത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം നിലനിൽക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.